നമസ്കാരം. മന്ത്രങ്ങൾ വളരെ പവിത്രമായ വാക്കുകളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ വരികളോ കൊണ്ട് നിറഞ്ഞവ. ഇവ ഉറക്കെ ജപിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ധ്യാന നിരതരായിരിക്കുകയും ചെയ്താൽ നിശബ്ദമായ മനസ്സിൽ ഈ മന്ത്രങ്ങൾ ഉരുവിടുന്ന ആ ഒരു വേളയിൽ വളരെയധികം ദൈവിക ചൈതന്യമാണ് നമ്മളെ വലയം വയ്ക്കുകയും നമ്മളിലേക്ക് എത്തുകയും നമ്മൾ ഇരിക്കുന്ന ആ ചുറ്റുപാടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മന്ത്രജപത്തിലൂടെ മനസ്സിന് ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കുകയും ദൈവാധീനം ലഭിക്കുകയും ആത്മീയവും ഭൗതികവുമായ പലവിധ മാറ്റങ്ങളും ആ മന്ത്രം ജപിക്കുന്ന ആളിലേക്ക് എത്തുന്നുണ്ട്. അതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത. മന്ത്രം എന്ന് പറയുമ്പോൾ പവിത്രമായ വാക്കുകളും ആകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ചെറിയ വരികളോ ഒക്കെ ആകാം. അല്ല, ഒരുപാട് നീണ്ട വാക്കുകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ, വരികൾ എന്നൊന്നും മാത്രമല്ല, ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ ഒരു വരികൾ, അല്ലെങ്കിൽ നമഃശിവായ എന്നൊരു മന്ത്രം, അല്ലെങ്കിൽ ഓം നമോ നാരായണ, അതായത് ചെറിയ ചെറിയ വാക്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക ചൈതന്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് ചില മന്ത്രങ്ങളുണ്ട്. അവ ജപിച്ചു കഴിഞ്ഞാൽ ആ ദിവസം എന്ന് മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും വളരെയധികം ഭാഗ്യവും ഊർജവും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കാനും വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടിന്, അതായത് ജപിക്കുന്ന ആൾക്കും ജപിക്കുന്ന ചുറ്റുപാടിനും അല്ലെങ്കിൽ ആ കുടുംബത്തിന് തന്നെ വരുത്താനായി ഈ മന്ത്ര ജപത്തിലൂടെ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ചില മന്ത്രങ്ങളുണ്ട്, ദിവസവും ജപിക്കുന്നതിലൂടെ ധാരാളം ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ളവ. അങ്ങനെയുള്ള കുറച്ച് മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളുടെ മാതാവാണ്. അപ്പോൾ ഹൈന്ദവർക്കിടയിലാണെങ്കിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും അതേപോലെ തന്നെ വളരെ ശക്തവുമായ ഒരു മന്ത്രമാണ്, അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ ഒന്നാണ് ഗായത്രി മന്ത്രം. വിവേകത്തിനും വ്യക്തതയ്ക്കും വേണ്ടി ദൈവികമായ പ്രകാശത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏവർക്കും അറിയുന്നതാണ് ഗായത്രി മന്ത്രം. ഇവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൊല്ലുന്നതുമാണ്. എങ്കിൽ കൂടി ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ഒന്ന് വിശദീകരിക്കാം. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ആരാണ്? സൂര്യഭഗവാൻ. നമ്മുടെ ബുദ്ധിയെയും അദ്ദേഹം പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ബുദ്ധിക്ക് ഉണർവ് നൽകാനും മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഇല്ലാതാകാനും, അതായത് അകന്നു പോകാനും ദൈവികമായൊരു വിവേകവും മാർഗദർശനവും ഒക്കെ നമ്മൾക്ക് ലഭിക്കുവാനുമാണ് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ മന്ത്രജപത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹായകമായി മാറുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഏകാഗ്രതയോടുകൂടി വ്യക്തമായി ഈ മന്ത്രം മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ ദിവസവും ഇത് തുടർന്നു പോയിക്കൊണ്ടിരുന്നാൽ വളരെയധികം മാറ്റങ്ങൾ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്ത മന്ത്രമായി പറയുന്നത് മരണത്തെ അതിജീവിക്കുന്ന മന്ത്രം എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാമൃത്യുഞ്ജയ മന്ത്രം. ആരോഗ്യവും ആയുസ്സും സുരക്ഷയും ഉറപ്പിക്കാനാണ് ഈ ശക്തമായ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശക്തമായ മന്ത്രം ആരോഗ്യം, ആയുസ്, സുരക്ഷ എന്നിവയാണ് ഉറപ്പിക്കുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മഹാമൃത്യുഞ്ജയ മന്ത്രം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ത്രിലോചനായ ഭഗവാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സുഗന്ധവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്ന അദ്ദേഹം വെള്ളരിക്ക തണ്ടിൽ നിന്നും വേർപ്പെടുന്നത് പോലെ മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ, അതായത് ഞങ്ങൾ ഭക്തരെ അല്ലെങ്കിൽ എന്നെ മോചിപ്പിക്കണേ എന്നാണ് ഈ മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ശാരീരികവും ഒരു മാനസികവുമായ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിഷമതകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റാനും നമ്മളുടെ മനസ്സിനെ വധിച്ചിരിക്കുന്ന ഭയങ്ങൾ, അത് ഏത് തരത്തിലുള്ളതായാലും, വിദ്യാഭയമാകട്ടെ അല്ലെങ്കിൽ മരണഭയമാകട്ടെ, അതിന് ഈ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇല്ലാതാകുന്ന എന്തൊക്കെയാണ്? വിജയം ലഭിക്കാൻ, അതായത് പരീക്ഷയൊക്കെ എഴുതി കഴിയുമ്പോൾ വിജയിക്കുമോ എന്നോർത്തുള്ള ഭയം ഉണ്ടാകും.
അതേപോലെ മരണഭയം ഉണ്ടാകും, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഭയങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ നമ്മളുടെ മനസ്സിനെ അലട്ടുന്ന മരണഭയമാണ് ഒഴിഞ്ഞ് ഇല്ലാതാകുന്നത്. ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിലൂടെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ക്ഷേമം ലഭിക്കുകയും കൂടാതെ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏറ്റവും ലളിതമായ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന എന്നാൽ വളരെ വലിയ ശക്തിയുള്ള ശിവമന്ത്രമുണ്ട്. ഓം നമഃ ശിവായ. പരമശിവന്റെ മൂലമന്ത്രം കൂടിയാണിത്. ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ സാരം. 5 അക്ഷരങ്ങൾ ഉള്ളതിനാലാണ് ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രം അത് ഓരോ അക്ഷരവും പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ന ഭൂമി, മ ജലം, ശി അഗ്നി, വാ വായു, യ ആകാശം. അപ്പോൾ ഓം എന്താണ്? ഓം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഓം ഒരിക്കലും നശിക്കാത്തത്. എന്താണ് ഒരിക്കലും നശിക്കാത്തത്? ഭക്തിയാണ്, പ്രാർത്ഥനയാണ്, ഭഗവാൻ മഹാദേവനാണ് ഒരിക്കലും നശിക്കാത്ത ചൈതന്യ സ്വരൂപനായിട്ടുള്ളത്. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ ദൈവികമായ ശക്തിയെ അല്ലെങ്കിൽ ഊർജത്തെ നമ്മളിലേക്ക് നിറയ്ക്കാനും മനഃശാന്തിയും ആത്മീയവുമായ ഒരു ശക്തി നമ്മളിലേക്ക് കൈവരിച്ചെടുക്കാനും ഈ മന്ത്രജപത്തിലൂടെ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം, നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഏകാഗ്രത വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഏകാഗ്രത വർദ്ധിക്കുകയും ആത്മീയമായ ഒരു അവബോധം, ആത്മീയമായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിതിങ്ങനെ ഒരു മെഡിറ്റേഷൻ എന്നതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഈ മന്ത്രജപങ്ങളിലൂടെ സാധിച്ചെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിഞ്ഞെടുക്കാനും കഴിയും. അപ്പോൾ ഇനി തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെറുതായി ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാബല്യത്തിൽ വരുത്തുക. അതായത് ഇതൊക്കെ ഒന്ന് ദൈനംദിന ജീവിതത്തിൽ ഒരു റൊട്ടീനാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നത് കൂടാതെ ആത്മീയമായ മറ്റൊരു തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ സാധിക്കും. അങ്ങനെ ഒരു ഉയർച്ച വരുമ്പോൾ തന്നെ ഈ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എന്നൊരു തോന്നലിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം ഭഗവാൻ അവിടേക്ക് നമ്മളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അത്രത്തോളം ശക്തിവർത്തായ, അത്രത്തോളം അർത്ഥതലങ്ങളുള്ള, അത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് ഈ മന്ത്രജപങ്ങളൊക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിലും പ്രാക്ടിക്കലാക്കി എടുക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. വളരെയധികം മാറ്റമുണ്ടാകും. ചില ആളുകളൊക്കെ ഉണ്ട്, മക്കളൊക്കെ വിദേശത്താണെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ടാകും, അല്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളും പലവിധ ചുറ്റുപാടിലും കഴിയുന്ന ആളുകളുണ്ടാകും, ആകെ ഒറ്റപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മന്ത്രങ്ങളൊക്കെ വളരെ ഒരു ഉപകാരിയാണ്. അത്രത്തോളം കരുത്ത്, അത്രത്തോളം നിങ്ങളുടെ മനസ്സിനൊരു ശക്തി തരുന്നതാണ് ഈ മന്ത്രജപങ്ങളൊക്കെ. ഒന്നുമല്ലെങ്കിലും പഞ്ചാക്ഷരി മന്ത്രമെങ്കിലും ഇപ്പോഴും നിങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന വളരെയധികം നിങ്ങൾക്ക് ഭഗവാനോട് അടുക്കുവാനും മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധ്യമാകുന്നതാണ്.